എല്ലാവർക്കും നമസ്കാരം. സുതോത്സവം ഫ്രം ഫിൻലാൻഡ്. ഗൈസ്, ഹാപ്പി വെനസ്ഡേ. ഇന്ന് ഈവനിങ് ഷിഫ്റ്റ് ആണ് ഈ വീക്കെൻഡ്. കാരണം ഇത്തിരി ലൈറ്റായിട്ടാണ് എഴുന്നേക്കുന്നത്. ഇവിടെ മണി 10:30 ആയിട്ടുണ്ട്. വളരെ ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് എനിക്ക് ഇന്ന്. ഞാൻ എൻ്റെ ക്രിക്കറ്റ് കിറ്റ് നാട്ടിൽ നിന്ന് അയച്ച ക്രിക്കറ്റ് കിറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. പോസ്റ്റ് വഴിയാണ് അയച്ചിട്ടുള്ളത്. അതും പാഴ്സൽ പോസ്റ്റാണ് അയച്ചത്. അപ്പോൾ അതൊരു 13 kg സംതിങ് ആയിട്ടുണ്ട്. 13 kg തൂക്കുണ്ട്. അതിന് നാട്ടിൽ നിന്ന് 8,000 രൂപ ആയിട്ടുണ്ട് അയക്കാനായിട്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന ആപ്പ് ഉണ്ട്. ആപ്പ് ഇല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ മൊബൈലിൽ SMS വരും. കസ്റ്റമേഴ്സ് ക്ലിയറൻസ് ചെയ്യണം. അത് എന്താണ് ഐറ്റം, എന്താണ് അതിൻ്റെ വാല്യൂ ഒക്കെ എഴുതണം. പിന്നെ 45 യൂറോന്റെ മേലേക്കാണ് അതിന്റെ പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ടാക്സ് അടയ്ക്കണം നിങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു നിയമങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഗൈസ്, ഇവിടെ എത്തിൻ്റെ ഇതാണ് കെ മാർക്കറ്റ് എന്ന് പറഞ്ഞ പ്ലേസ് ആണ്. അതിൻ്റെ ഉള്ളിലാണ് പോസ്റ്റ് ഓഫീസ് ഉള്ളത്. അപ്പോൾ അതിനുള്ളിലെ ക്യാമറ അവർ അലൗഡ് അല്ല. അത് അവർക്ക് ഇഷ്ടമല്ല ക്യാമറ ഒന്നും പിടിക്കുന്നത്. അപ്പോൾ അത് കാരണം ഞാനത് സാധനം പിക്ക് ചെയ്തു. അവിടെ ഒരു കോഡ് കാണിച്ചു കൊടുക്കണം. നമ്മുടെ മൊബൈലിൽ ഒരു കോഡ് വരും, അത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഐറ്റംസ് ഇവിടെ എത്തി, സാധനം കിട്ടി, അതൊക്കെ എടുക്കും. എൻ്റെ ഐറ്റം, എൻ്റെ കിറ്റ് ഇവിടെ എത്തി നാട്ടിൽ നിന്ന്. ഓക്കെ ഗൈസ്, ഇനി റൂമിൽ പോയിട്ട് ഇത് പൊട്ടിക്കാൻ കുറച്ച് പണിയുണ്ട്. ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇതേ ഐറ്റം എൻ്റെ റൂമിലെത്തി, എവിടെ കിടക്കുന്നു. അപ്പോൾ പെട്ടി, ഇത് എൻ്റെ ക്രിക്കറ്റ് കിറ്റാണ്. ഇതിനിപ്പോൾ കളയേണ്ടി വരും. കാരണം ആ പ്ലാസ്റ്റിക്കിൻ്റെ അത് കീറി കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി ഗ്ലൂ ആയി അതിൻ്റെ ഉടമ്പ് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കീറി കളയാൻ അത് വളരെ റിസ്ക്കാണ്. അത് ബാഗ് കളയേണ്ടി വരും. അത് ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതായതുകൊണ്ട് അതുകൊണ്ടോ ആ ബാഗിന് ഒന്നിനും കൊള്ളില്ല കേട്ടോ. അതിൻ്റെ ആ ഗ്ലൂ അതൊന്ന് ഒട്ടിപ്പിടിച്ച് ആകെ ഇതായി. അപ്പോൾ അത് ബാഗ് ഇനി പുറത്തേക്കൊന്നും കൊണ്ടുപോകാനൊന്നും കൊള്ളില്ല. അപ്പോൾ ഇത് കളയാൻ നിവർത്തിയുള്ളൂ. ഇത് മൊത്തത്തിൽ കീറി പൊളിക്കുക. അപ്പോൾ പിന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അവിടെ നിന്ന് അയക്കുമ്പോൾ നമ്മൾ എഴുതി ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഇതിൽ കുറച്ച് റോങ് ഉണ്ട്. അത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക്, അതെന്താ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കണ ആ ഐറ്റത്തിൻ്റെ കോഡ് നമ്പറും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ നമ്മുടെ പെട്ടിയിൽ എഴുതിയിരിക്കണം യൂസ്ഡ് ഐറ്റംസ് എന്ന് എഴുതിയിരിക്കണം ഇതിനുള്ളിൽ. കാരണം കസ്റ്റംസിന് എളുപ്പമായിരിക്കും അത് അവിടെ ക്ലിയർ ചെയ്യാനായിട്ട്. പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോകും. യൂസ്ഡ് ഐറ്റംസ് ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ച ഐറ്റംസ് എന്നാണ് നമ്മൾ എഴുതണം. ക്രിക്കറ്റ് കിറ്റാണെന്ന് എഴുതണം കറക്റ്റായിട്ട്. അത് മെൻഷൻ ചെയ്യണം നമ്മൾ കറക്റ്റായിട്ട്. അല്ലെങ്കിൽ പുതിയതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ അത് കുറേ പരിശോധനകൾക്ക് വിടും. അപ്പോൾ അതിൽ എന്തോരം ഐറ്റംസ് ഉണ്ട്, എന്തോരം വാല്യുബിളായുള്ള, എന്തോരം പൈസയുടെ ഐറ്റംസുകൾ ഉണ്ട് എന്ന് നോക്കിയിട്ട് പിന്നെ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ പ്രോബ്ലംസ് ആവാൻ സാധ്യതയുണ്ട് ഫിൻലാൻഡിൽ വരുമ്പോൾ. കാരണം ഫിൻലാൻഡ് കുറച്ചുകൂടി ഈ ടാക്സ് അടയ്ക്കുന്ന ഒരു രാജ്യമാണ്. കുറേ ചെറിയ എമൗണ്ടിന് പോലും ടാക്സ് അടയ്ക്കുന്ന ഒരു രാജ്യമാണ്. കറക്റ്റായിട്ട് പോകുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് എഴുതി വിടേണ്ടത്? ഇതിപ്പോൾ എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതണം. പിന്നെ ഇത്തിരി വില കുറച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഗ്രിപ്പ്, അത് പഴയ സാധനങ്ങളാണ്, ഓൾഡ് യൂസ്ഡ് സ്റ്റഫാന്ന് എഴുതണം. യൂസ്ഡ് സാധനങ്ങളാണെന്ന് എഴുതിയാൽ മതി. ഇതിന് നേരെ റേറ്റ് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ കോഡ് നമ്പർ എഴുതി കൊടുക്കണം. കോഡ് നമ്പർ നമ്മൾ വാങ്ങുമ്പോൾ അതൊന്ന് എഴുതിയിട്ടുണ്ടാവും. കോഡ് വാങ്ങുന്ന ബില്ലിലുണ്ടാവും. പ്രൊഡക്റ്റിൻ്റെ ഗ്ലൗസിൻ്റെ സാധനത്തിന് അതിൻ്റെ പേപ്പറിലും തന്നെ ഉണ്ടാവും കോഡ്. അതിൻ്റെ ആ കോഡ് നമ്പർ അതിന് മേലെ എഴുതി കൊടുക്കുക. പിന്നെ ഒട്ടിക്കുമ്പോൾ സൂക്ഷിച്ചൊട്ടിക്കുക. കറക്റ്റായിട്ട് സേഫായിട്ട് ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം അതിന് മേലെ കൂടെ പ്ലാസ്റ്റർ ചുറ്റുക, വെളുത്ത പ്ലാസ്റ്റർ. അപ്പോൾ അത് കുറഞ്ഞ് പോരാതിരിക്കാൻ വേണ്ടി. ഇത് കണ്ടില്ലേ നിങ്ങൾ, ഇത്രയും സാധനങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സർ പാക്ക് ചെയ്ത് ഇങ്ങനത്തെ സാധനങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ 2-3 കവറിൽ കൂടി പാക്ക് ചെയ്യണം. ഒരു 2 കവർ 3 കവർ അങ്ങനെയൊക്കെ ആയിട്ട് പാക്ക് ചെയ്ത് ഒരു 3-4 കവർ മാക്സിമം നിങ്ങൾ എന്തോരം സേഫ് ആക്കണം അത്ര നല്ലതാണ്. കാരണം അവർ എയർപോർട്ടിൽ നിന്ന് ലഗേജ് എടുത്തിടുകയാണ് ചെയ്യണത്, ത്രോ ചെയ്യാണ് ചെയ്യണത്. മനസ്സിലായോ? ഗൾഫ് എമിറേറ്റ്സ് വഴിക്ക് വരുമ്പോൾ
ഇവിടേക്ക് എത്തുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. ഗൾഫ്, എമിറേറ്റ്സ് അങ്ങനെയുള്ള എമിറേറ്റ്സ് പല ഫ്ലൈറ്റുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ എടുത്തെറിയവർ ലഗേജ് എടുത്തെറിയും. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കാലത്തോട്ട് വൈകുന്നേരം വരെ ഇത് തന്നെയാണ് ചെയ്യണത്, മനസ്സിലായ? അപ്പോൾ കണ്ടമാനം ആൾക്കാർ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈമിൻ്റെ ഒരു പ്രോബ്ലംസ് ഉണ്ട്. അത് എടുത്തുകൊണ്ട് അങ്ങനെ വെക്കാനായിട്ടുള്ള ഒരു ടൈമൊന്നും അവർ ചിലർക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് അവരെ ഇതാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അതങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ. എല്ലാ സാധനങ്ങളും സേഫായിട്ട് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവരുന്ന വഴിക്ക് മിച്ചറൊക്കെ പോയി അതിൻ്റെ ഉള്ളിൽ, അതൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട് ഇവിടെ. ക്രിക്കറ്റ് ബാറ്റ്, പാഡ്, തൈസ് പാഡ്, ചെസ്റ്റ് പാഡ്, ആം ഗാർഡ്, ഷൂസ്, ഹെൽമെറ്റ്, മിച്ചറ്, അതുപോലെ ലഡ്ഡു, ബിരിയാണിക്ക് കിട്ടുന്ന സ്റ്റഫുകൾ, പിന്നെ പഴം വറുത്തത്, കൊണ്ടാട്ടമുളക്, അച്ചാറ്, അലുവ, കണ്ടോ, എല്ലാ ഐറ്റംസും ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ സേഫായിട്ട് തന്നെ എത്തി, ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക, ഇവിടെ പോസ്റ്റി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ എമിഗ്രേഷൻ അതിൽ വരുന്നത് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യുക, മെസ്സേജ് വരും. ഓക്കെ, ബൈ.